ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്യൂച്ചറിലെ നെക്സ്റ്റ് സ്റ്റെപ്പിനുള്ള ഒരു മുന്നൊരുക്കത്തിന് വേണ്ടി ശരിക്കും ഞാൻ ഈ വീഡിയോ എൻ്റെ +2 പബ്ലിക് എക്സാമിൻ്റെ ലാസ്റ്റ് എക്സാമിന് മുമ്പായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സ്ഥിരം പറയുന്ന പോലെ തന്നെ എനിക്ക് എഡിറ്റ് ആക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ്. അപ്പോൾ ഗൈസ് എന്തിനാ പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞാൻ പോകണത് ഞാൻ കീം എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻട്രൻസ് എക്സാമിനോടൊന്നും യാതൊരു താല്പര്യം എനിക്കത് എഴുതാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറി തുടങ്ങി. പിന്നീട് എൻ്റെ ഫീൽഡ് ചൂസിങ് അതായി പോയി. ഞാൻ പോയ അന്ന് ദിവസം വരെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അതിന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. പറയേണ്ട ആവശ്യമില്ല, നട്ടുച്ചേന്റെ ഒടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ തൃശ്ശൂർ വരെ പോകണം, എന്തായാലും 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഒടുക്കത്തെ ചൂടായിട്ട് ഇരുന്നിട്ടും ഒക്കെ വയ്യാതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എന്റെ ഫ്രണ്ടും ഉണ്ട്, ആദിശ്രീ ഉണ്ട്. പിന്നെ കുറച്ചേരം വണ്ടി നിർത്തി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം എന്താ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇനി ഞാൻ വന്നിട്ടുള്ള പ്ലേസിന്റെ പേര് പറയാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ സൈലത്തിലോട്ടാ വന്നത്. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പിന്നെ അതിന് ശേഷം ടീച്ചർ മീറ്റപ്പും കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് വെരിഫിക്കേഷൻ പ്രോസസ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ പോരാത്തിന് അവളുടെ ഫോൺ എടുക്കണേന്ന്. അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് വന്നു. പിന്നെ അതിന് ലിഫ്റ്റ് കയറി വരാമെന്ന് വിചാരിച്ചു. അതിന്റെ ടെൻഷനിലാണ് കേട്ടോ ഇവിടെ ഒരാൾ. കാരണം ലിഫ്റ്റിൽ കുടുങ്ങി പോവോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആദിശ്രീയുടെ അച്ഛൻ എന്നിട്ട് ഒരു പേപ്പർ ഫില്ല് ചെയ്യാണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സെന്റർ തൃശ്ശൂർ അതിന് ചൂസ് ആക്കിയിട്ടുണ്ടായിരുന്നെ. പിന്നെ ഞങ്ങളുടെ സ്കൂൾ സെന്റർ അവൈലബിൾ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കി. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കാം. ഞങ്ങൾ വിചാരിച്ചു നീറ്റുകാർക്കാവും വലിയ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്കായിരുന്നു ആ ബുക്ക് ഉണ്ടായിരുന്നു. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഗൈസ്, ഞങ്ങളും ഞെട്ടിപ്പോയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ചായക്കടിയിൽ കയറിയിട്ടോ. അപ്പോഴേക്ക് സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. തിരിച്ചിന് വീട്ടിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ആക്കി. ഞങ്ങൾ രണ്ടുപേരും ഷെയ്ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഗൈസ് 2 അച്ഛന്മാരും കൂടി ചായക്ക് ഓർഡർ എടുത്തപ്പോഴാണ് അറിഞ്ഞത് അവിടെ ചായ ഇല്ലാന്ന്. ചായക്കട എന്ന് പറഞ്ഞ ബോർഡ് മാത്രമേ ഉള്ളൂ, ചായ. ഇവർക്കൊക്കെ എത്ര ചൂടായാലും വേണ്ടില്ല, ഈവനിങ്ങിൽ നല്ലൊരു ചായ കുടിച്ചില്ലെങ്കിൽ എനർജി ഉണ്ടാവില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇനിയിപ്പോൾ വേറെ ചോയ്സ് ഒന്നും ഇല്ലല്ലോ ഗൈസ്, അതുകൊണ്ട് ലൈം മേടിച്ച് കുടിക്കാന്ന് തീരുമാനിച്ചു. ആൻഡ് അറ്റ് ദ ടൈം എന്റെ ഷേക്കും എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഷേക്കും ആദിശ്രീ ബട്ടർസ്കോച്ച് ഷേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞു. അങ്ങനെ ഗൈസ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ബായ് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഓഫീസിലോട്ട്. പിന്നെ അവിടെ ഇരുന്ന് ബോറടിച്ചതിന് ശേഷം കുറച്ചേരം അങ്ങോട്ടും കൂടി നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അത് കൂടി നടന്നു. നെക്സ്റ്റ് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചു കിട്ടോ. പിന്നെ അതിനുശേഷം നേരെ വീട്ടിൽ പോയി. ഐ വാണ്ട് ടു ഷോ യു ഹൗ ദി ബുക്സ് ആർ. നോക്കൂ ഗൈസ്, ഇതാണ് ബുക്സിൻ്റെ വലിയ നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.